നെക്സ്റ്റ് ഈസ് സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ആണ് ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π√L/g എന്നാണ്. ആണല്ലോ. ഈ പെൻഡുലത്തിൻ്റെ നിങ്ങളിപ്പോൾ കെട്ടി തൂക്കിയിരിക്കുന്ന ഒരു പെൻഡുലം ഉണ്ടല്ലോ, ഈ പെൻഡുലത്തിനെ നിങ്ങൾ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു. ഈ അറ്റത്ത് നിന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു, ഇവിടുന്ന് അങ്ങേയറ്റത്ത് പോയി, അവിടെ നിന്ന് അത് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വന്നു. ഇപ്പം ഇവിടുന്ന് അങ്ങ് പോയി അവിടെ നിന്ന് തിരിച്ചു വരാനെടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. ഇനി ദ ടൈം പീരീഡ് ഈസ് 2 സെക്കൻഡ്. ഈ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ ആ പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് seconds pendulum. So a pendulum whose time period is 2 seconds is known by the name seconds pendulum. ഒന്നുകൂടെ സിമ്പിൾ പെൻഡുലത്തിനെ അറിഞ്ഞൂടെ? അറിയാം. സിമ്പിൾ പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് കിട്ടിയെങ്കിൽ ആ പെൻഡുലത്തിനെ പറയുന്ന പേരാണ് seconds pendulum. So what do you mean by seconds pendulum? Pendulum whose simple pendulum whose time period is 2 seconds is known by the special name seconds pendulum. കൊളമാക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് പകരം 2 കൊടുക്കാം. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 2π × L/g എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായി? 4 ഈസ് ഈക്വൽ ടു 4π² അല്ലേ? 4π² × L/g എന്നായി അല്ലേ? ഇനി നമുക്ക് ഈ 4 അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കി നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ g എടുത്ത് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ g ഈസ് ഈക്വൽ ടു എന്തായി? π² × L എന്നായി. ഇനി π² എടുത്ത് അടിയിൽ വെച്ചാൽ g/π² ഈസ് ഈക്വൽ ടു L എന്ന് കിട്ടി. ഓക്കെ, ജിയുടെ വാല്യൂ 9.8 ആണ്, പൈയുടെ വാല്യൂ 3.14 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ ലെങ്ത് കിട്ടും. ആണോ? ഇവിടെ ലെങ്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മീറ്റർ എന്നാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര എന്നാണ്? 1 മീറ്റർ എന്നാണ്. അതായത് സിമ്പിൾ പെൻഡുലം നിങ്ങൾ സിമ്പിൾ പെൻഡുലം ലാബിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ അത് ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്ര വരും? അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ. സോ വൺസ് അഗെയിൻ ഫ്രം ദ ബിഗിനിങ്, so we were discussing about seconds pendulum. So what is a seconds pendulum? You know simple pendulum. So you know simple pendulum. What is its time period? Time period is equal to 2π√L/g. A pendulum whose time period is equal to 2 seconds is known by the special name seconds pendulum. A simple pendulum whose time period is 2 seconds is known by the special name seconds pendulum. Okay, so what is the time period here? It is 2 seconds. Okay, then I am putting the value here. So 2 is equal to 2π√L/g. Is it clear? Then shall I cancel these two? Okay, so 1 is equal to π × √L/g. Okay, then next I am squaring both the sides. So what will I get? 1 square 1 is equal to π² 3.14² into √L/g square is L/g. Am I right? Then I am putting this g here. So g is equal to 3.14² L. Then I am putting this here. So g divided by 3.14² is equal to L. What is answer of g? 9.8. So 9.8 divided by 3.14² is answer of length. Okay, so you calculate. So length will be approximately equal to 1 meter. So keep in mind, if the time period of your pendulum is 2 seconds, definitely the length will be 1 meter approximately. What is the length of seconds pendulum? 1 meter. Okay, what is the seconds pendulum? A simple pendulum whose time period is 2 seconds is known by the name seconds pendulum. Its length will be approximately 1 meter. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അടുത്തേക്ക് പോകൂടെ? ഇനി അടുത്തൊരു നല്ല സെക്ഷനാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ടേമാണ് നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ ലാബിലേക്ക് കടന്നു ചെല്ലുന്നു, ഫിസിക്സ് ലാബിനകത്തേക്ക് പോകുന്നു, അടിപൊളി സാധനങ്ങൾ നിരന്ന് നമ്മൾ നോക്കി മാടി വിളിക്കുന്നു. സിമ്പിൾ പെൻഡുലം നമ്മളെ വിളിച്ചു, സ്പ്രിങ് നമ്മളെ വിളിച്ചു, സ്പ്രിങ്ങിൽ പിടിച്ച് നമ്മൾ നേരത്തെ വലിച്ചു വിട്ടായിരുന്നു, ശരിയല്ലേ? സ്പ്രിങ് അവിടെ കിടന്ന് തുള്ളി കളിക്കുകയാണ്. ഇനി അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്ത് തൂങ്ങിക്കിടന്ന് ആടുന്നു. ആര്? ആ തൂങ്ങിക്കിടക്കുന്നു സിമ്പിൾ പെൻഡുലം. അതിനകത്ത് നമ്മളൊരു വലി കൊടുത്തു, അപ്പോൾ സിമ്പിൾ പെൻഡുലം അവിടെ കിടന്ന് ആടുന്നു. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു കുളിര് തോന്നുന്നു. നമ്മുടെ നമ്മൾ അടച്ച ഫീസ് മുതലായെന്നോ ഒക്കെ നമുക്ക് തോന്നലുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളിയുടെ ഒരു വികാരമാണിത്. അപ്പോൾ അവിടെ നമ്മൾ ആട്ടിയ സിമ്പിൾ പെൻഡുലം അവിടെ കിടന്ന് ആടുന്നു, നമ്മൾ വലിച്ചു വിട്ട സ്പ്രിങ് അവിടെ കിടന്ന് തുള്ളിക്കളിക്കുന്നു, ശരിയല്ലേ? വല്ലാത്തൊരു കുളിര് മനസ്സിനും തോന്നുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ പറയുന്നത് സിമ്പിൾ പെൻഡുലം ചുമ്മാ കിടന്ന് ആടയല്ലേ, അത് നിങ്ങൾ പിടിച്ച് ആട്ടിയ സിമ്പിൾ പെൻഡുലം അവിടെ ഫ്രീ ആയിട്ട് കിടന്ന് ആടുന്നു. ഈ ആട്ടത്തിന് ഒരു ടൈം പീരീഡ് ആണല്ലേ?
ഈ ആട്ടത്തിന് ഒരു ഫ്രീക്വൻസി ആണല്ലേ, ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീ ആയിട്ടാണ് നിങ്ങളുടെ സിമ്പിൾ പെൻഡുലം കിടന്ന് അവിടെ ഓസിലേറ്റ് ചെയ്തത്. ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻസ് ഈസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻസ് ഈസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. കുളമാക്കരുത്. സോ വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻസ് ഓഫ് എ ബോഡി ഈസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി നമുക്ക് അടുത്ത ഒരു ടേമിലേക്ക് പോകാം. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താ പറയും? See, when a simple pendulum is oscillated, it oscillates freely, so it will have a frequency, so that frequency is natural frequency. Okay, so frequency of free vibrations, free oscillations is known as natural frequency. അടുത്തേക്ക് പോകാമല്ലോ. ഇനി ഞാൻ പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷനെ പറ്റിയാണ്. നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഓസിലേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതിവിടെ നിന്ന് ഇങ്ങ് പോവും. ഓക്കെ, എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ നിന്ന് ഇങ്ങ് വരെ പോവും, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങ് വരെ പോവും, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് ലാസ്റ്റിൽ അത് നിൽക്കും ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഓസിലേഷൻസിനെ ഡാംഡ് ഓസിലേഷൻസ് എന്ന് പറയും. എന്താ പറയുക? ഡാംഡ് ഓസിലേഷൻസ്. ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇവിടുത്തെ കേസിൽ ഇത്രയാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇത്രയാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും, ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അങ്ങനെയുള്ള ഓസിലേഷനെ വിളിക്കുന്ന പേരാണ് ഡാംഡ് ഓസിലേഷൻ. അപ്പോൾ എന്താണ് ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഓസിലേഷൻസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് വിത്ത് ടൈം ആർ നോൺ ആസ് ഡാംഡ് ഓസിലേഷൻസ്. എന്താണ്? ഓസിലേഷൻസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് വിത്ത് ടൈം ആർ നോൺ ബൈ ദ നെയിം ഡാംഡ് ഓസിലേഷൻസ്. അപ്പോൾ ഡാംപ് ചെയ്യാത്ത ഓസിലേഷൻസിനെ നമ്മൾ അൺഡാംഡ് ഓസിലേഷൻസ് എന്ന് പറയും. എന്താ പറയുക? അൺഡാംഡ്. ഓക്കെ, അപ്പോൾ അൺഡാംഡ്. ഓക്കെ, ഉണ്ടാംഡ് അല്ല. അവസാനം ഉണ്ട മാത്രമേ കാണൂ. നോക്ക്, പരീക്ഷയ്ക്ക് മൊത്തം ഉണ്ടായിരിക്കും. നമുക്ക് മാർക്ക് മൊത്തം ഉണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഉണ്ട വാങ്ങണോ? വേണ്ട. 0 വാങ്ങിക്കണോ? വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് പഠിക്കാം. അപ്പോൾ ഒരേപോലെ എപ്പോഴും ഒരേ ആംപ്ലിറ്റ്യൂഡാണ് ഓസിലേഷൻ എങ്കിൽ ആ ഓസിലേഷനെ പറയുന്ന പേരാണ് അൺഡാംഡ് ഓസിലേഷൻ. ഓസിലേഷൻസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് വിത്ത് ടൈം ആർ നോൺ ആസ് ഡാംഡ് ഓസിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തൊരു കിടില സാധനം റെസണൻസ് എന്താണെന്ന് നോക്കാം. റെസണൻസ് കേട്ടിട്ടുണ്ടോ? റെസണൻസ്. അപ്പോൾ റെസണൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മുട്ടായിയുടെ തൊലി എടുത്തു. പ്ലാസ്റ്റിക് മുട്ടായിയുടെ തൊലി. ഓക്കെ, കവർ എടുത്തു. ഓക്കെ, ഈ മുട്ടായി തൊലി എടുത്തിട്ട്, ഈ മുട്ടായി തൊലി ഒരു ബോഡിയാണല്ലോ, അതിനൊരു ഫ്രീ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത്, ഈ മുട്ടായി തൊലി എടുത്ത് നാക്കിലോട്ട് വെച്ചു. നമ്മളെ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? നാക്കിലോട്ട് ഒട്ടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഊതി വിടുന്നു. അപ്പോൾ എയർ ബ്ലോ ചെയ്യുകയാണ്. എയർ ബ്ലോ ചെയ്യുന്ന സമയത്ത് ഈ മുട്ടായിയുടെ തൊലി നാക്കിൽ നിന്ന് ട്രെന്ന് കേൾക്കും. ശരിയല്ലേ? അപ്പോൾ മുട്ടായി തൊലിയുടെ സൗണ്ട് ട്രെന്ന് വൈബ്രേറ്റ് ചെയ്യും. ഒരു ഭയങ്കര സൗണ്ട് കേൾക്കും. അടിപൊളിയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവം? മുട്ടായി തൊലിക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ മുട്ടായി തൊലിക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ ആ മുട്ടായി തൊലിയിലോട്ട് എയർ ബ്ലോ ചെയ്തു അല്ലേ? അപ്പോൾ എയർ ബ്ലോ ചെയ്തു. അപ്പോൾ എയർ ബ്ലോ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളൊരു ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയാണ് കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഒരു ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ കൊടുത്ത ഈ ഫ്രീക്വൻസി ഈ മുട്ടായി തൊലിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോഴാണ് മുട്ടായി തൊലി ഇരുന്ന് ട്രെന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ എന്തൊക്കെ ഈക്വൽ ആവണം? നിങ്ങൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും ആ എയർ ബ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ എയർ ഫ്ലോയുടെ ഫ്രീക്വൻസിയും മുട്ടായി തൊലിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുന്ന സമയത്ത് എപ്പോഴും ട്രെന്ന് കേൾക്കില്ല. അപ്പോൾ ഊതുന്ന സമയത്ത് ആ എയർ ഫ്ലോയുടെ ഫ്രീക്വൻസിയും ആ മുട്ടായി തൊലിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും എപ്പോഴെങ്കിലും ഈക്വൽ ആവുന്ന ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റെസണൻസ്. ആ സമയത്ത് മുട്ടായി തൊലി വിൽ വൈബ്രേറ്റ് അറ്റ് ഹൈ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ദാറ്റ് സൗണ്ട്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് റെസണൻസ്. അപ്പോൾ റെസണൻസ് നമുക്കറിയാം. സോ എന്താണ്? ഇപ്പോൾ ഇത് പലയിടവും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ റൂഫിംഗ് ഷീറ്റൊക്കെ ഇല്ലേ? വീടിൻ്റെ മണ്ടയിൽ ചിലപ്പോൾ റൂഫിംഗ് ഷീറ്റുകളൊക്കെ വയ്ക്കാറുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിലും ചൂട് കുറയാനും ചോരാതിരിക്കാനും ഒക്കെ വേണ്ടി അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഷീറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റൂഫ് ഷീറ്റ് ചിലപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ഭയങ്കര വൃത്തികെട്ട ശബ്ദം ഉണ്ടാക്കും. എന്താ അങ്ങനെ? കാറ്റിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റടിച്ച സമയത്ത് കാറ്റിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയാണ്. ഈ ഷീറ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒരു വാല്യൂ ഉണ്ടാവും. കാറ്റ് എപ്പോഴും അടിക്കുമ്പോഴത്തേക്ക് കാറ്റിന് ആ ഫ്രീക്വൻസി ആയിരിക്കില്ല. ചിലപ്പോൾ
കാറ്റ് കൊടുക്കുന്ന ഫ്രീക്വൻസി ആ ഷീറ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷീറ്റ് വിൽ വൈബ്രേറ്റ് അറ്റ് ഹൈ ആംപ്ലിറ്റ്യൂഡ്, ഇറിറ്റേറ്റിംഗ് സൗണ്ട് ഈസ് ക്രിയേറ്റഡ്. ഇത് നമുക്ക് കേൾക്കാമെന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം റെസനൻസിൻ്റെ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. സോ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് റെസനൻസ്. പറയൂ. If the frequency of forced vibrations is equal to natural frequency of the body vibrates at a high amplitude. This condition is known as resonance. See, if the frequency of forced vibration become equal to natural frequency of the body vibrates at a high amplitude. This condition is known by the name resonance. Okay? ഇനി ഇതിന് വേറൊരു ആപ്ലിക്കേഷനും കൂടെ പറയാം. നോക്കൂ, ഞാൻ സോൾജിയേഴ്സ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി പോകുന്നു. ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ അടുത്ത് പുനലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണാം. അപ്പോൾ സോൾജിയേഴ്സ് ഇപ്പോൾ സോൾജിയേഴ്സ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി പോകുന്ന സമയത്ത് മാർച്ച് ചെയ്ത് പോകാൻ സമ്മതിക്കില്ല. അതെന്താണ് എന്ന് പറയാം. സോൾജിയേഴ്സ് മാർച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേക്കും ഒക്കെ മാർച്ച് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പട്ടാളക്കാരെ കൊണ്ടുവന്ന് കാണിച്ചാൽ അവർ ചിലപ്പോൾ വെടിവെച്ച് കൊന്നു പോകും. അത്രയ്ക്ക് വൃത്തികെട്ട മാർച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരുത്തൻ കാല് പൊക്കുന്ന സമയത്ത് ഒരുത്തൻ തറയിലായിരിക്കും ഉരയ്ക്കുന്നത്. അപ്പോൾ അത്രയും കറക്റ്റായിട്ടൊന്നും ആയിരിക്കില്ല മിക്കവാറും ഒക്കെ ചെയ്യുന്നത്, ശരിയല്ലേ? പക്ഷേ അതുപോലെയാണോ മിലിറ്ററി പീപ്പിൾ ചെയ്യുന്നത്? സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, ശരിയല്ലേ? അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആണ്. അതുകൊണ്ട് പക്കയാണ്. നമുക്ക് എൻജിൻ സ്വിച്ച് ഓൺ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കും പോലെയാണ് അവർ വളരെ കറക്റ്റായിട്ട് അത് ചെയ്യുന്നത്, ആണല്ലോ. അപ്പോൾ അവർ മാർച്ച് ചെയ്ത് പോവാണ്. സോൾജിയേഴ്സ് മാർച്ച് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ ബിജു എന്ത് ചെയ്തു? എന്തായിട്ട് ജോയിൻ ചെയ്തു? നോക്കൂ, പട്ടാളക്കാരനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവനാണ് ഇതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബിജു ഫിസിക്സിൻ്റെ ഈ സെക്ഷൻ പഠിച്ചില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ എൻ്റെ ചെറുക്കൻ എന്ത് ചെയ്തു? എവിടെ എത്തി? ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അപ്പോൾ പട്ടാളക്കാരെല്ലാം മാർച്ച് ചെയ്ത് വന്ന പട്ടാളക്കാർ, ഫിസിക്സ് പഠിച്ചവരെല്ലാം എന്ത് ചെയ്തു? മാർച്ചിങ് നിർത്തി. അപ്പോൾ ബിജുവിന് ദേഷ്യം വന്നു. അവൻ ഷൗട്ട് ചെയ്തു, ഫോർവേഡ് മാർച്ച് എന്ന കമാൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ പട്ടാളക്കാർക്ക് ഗതികേടായി, അവർ മാർച്ച് ചെയ്തു. അപ്പോൾ സോൾജിയേഴ്സ് ഇപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ കൂടെ മാർച്ച് ചെയ്ത് പോവുകയാണ്. അവരുടെ മാർച്ചിങ്ങിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും, അല്ലേ? ഇനി എപ്പോഴെങ്കിലും അവരുടെ കഷ്ടകാലത്തിന് ഈ കൊടുക്കുന്ന ഫ്രീക്വൻസി ആ ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ലേ, അത് അന്തം വിട്ട് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യും, പൊട്ടിയടിച്ച് താഴെ വീഴും, ശരിയല്ലേ? അപ്പോൾ അടുത്ത വർഷം വേറെ പട്ടാളക്കാരുടെ ഗ്രൂപ്പ് അവിടെ മാർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പാലം പുതുക്കി പണിഞ്ഞിട്ടുണ്ടാവും. കാരണം പാലം പൊട്ടിയടിച്ച് വീണു. ആ പാലത്തിൻ്റെ പുതിയ പേര് ഇട്ട് കാണും, ബിജു ബ്രിഡ്ജ്. മനസ്സിലായില്ലേ? അപ്പോൾ ബിജു ബ്രിഡ്ജ് എന്ന പേരിട്ടു. കാരണം എന്താണ്? കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ മാർച്ചോടെ ബിജുവിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി. അപ്പോൾ അവിടെ എന്താണ്? അപ്പോൾ റെസനൻസ് കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോൾജിയേഴ്സ് ആർ നോട്ട് അലൗഡ് ടു മാർച്ച് അലോങ് എ ഹാങ്ങിങ് ബ്രിഡ്ജ്. വൈ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയൂ. എന്താണ്? If the frequency of vibrations given by the soldiers become equal to natural frequency of the bridge will vibrate at a high amplitude and will collapse. So you should not march along a hanging bridge. So once again, so why soldiers are not allowed to march along a hanging bridge? നിങ്ങൾ പറയൂ. If the frequency of forced vibrations given by the soldiers while marching become equal to the natural frequency of the bridge will vibrate at high amplitude and will collapse. So to avoid this, soldiers are not allowed to march along a hanging bridge. ഓർത്ത് വെച്ചോണം. അടിപൊളിയല്ലേ? ഇനി നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് സംടൈംസ് റൂഫിംഗ് ഷീറ്റ്സ് ക്രിയേറ്റ് ഇറിറ്റേറ്റിംഗ് നോയ്സ് വെൻ ദർ ഈസ് വിൻഡ്. വൈ? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറയൂ. എങ്ങനെ ആൻസർ പറയും? When the frequency of forced vibration given by the wind becomes equal to the natural frequency of what? Natural frequency of the sheet vibrates at high amplitude and it will create irritating sound. ഓർത്ത് വെച്ചോണം. അടിപൊളിയല്ലേ? നിങ്ങൾ ഊത്തുന്ന സമയത്ത് നല്ല ആ സൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറ. എന്താണ് ഊതുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ സൗണ്ട് ആയിരിക്കും, സൗണ്ട് അത്രയും പക്കയായിട്ട് കേൾക്കുന്നില്ല, എന്നൊക്കെ കേൾക്കുന്നു. ചിലപ്പോൾ ഊതുമ്പോഴത്തേക്ക് നല്ല ശക്തിയായിട്ട് എയർ അങ്ങോട്ട് ബ്ലോ ചെയ്ത് വിടുന്നു. അവസാനം നല്ല ഊത്ത് പീന്ന് കേട്ടു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഊരി നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രിപ്പ് കാണും. ആ സ്ട്രിപ്പിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും.
ഓക്കെ. നമ്മൾ എയർ ബ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ആ ബ്ലോ ചെയ്യുന്ന എയറിൻ്റെ ഫ്രീക്വൻസി ഈ സ്ട്രിപ്പിന് ഈക്വൽ അല്ലാത്ത സമയത്താണ് ഊത്ത് കേൾക്കാതിരിക്കുന്നത്. ഇനി ഈ സ്ട്രിപ്പിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രിപ്പ് വിൽ വൈബ്രേറ്റ് അറ്റ് ഹൈ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് പി സൗണ്ട് ഈസ് ഹേർഡ്. അപ്പോൾ ആ സൗണ്ട് കേൾക്കും. അടിപൊളിയല്ലേ? അപ്പോൾ ഊത്തൂതുമ്പോഴും ഓർത്തോണം അവിടെ എന്താണ് ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ റെസൊണൻസ് കണ്ടീഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ദാറ്റ് പ്ലാസ്റ്റിക് സ്ട്രിപ്പ് ഈസ് വൈബ്രേറ്റിംഗ് അറ്റ് ഹൈ ആംപ്ലിറ്റ്യൂഡ്. സോ വെൻ യു ബ്ലോ എയർ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് what forced vibration given by you become equal to the natural frequency of the strip vibrates at high amplitude. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോണം. So this is a section resonance. So പറയൂ, what is resonance? If the frequency of forced vibrations become equal to natural frequency of the body vibrates at high amplitude. This condition is known by the name resonance. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ഈസ് കപ്പിൾഡ് ഓസിലേഷൻ. ഒന്നുമില്ല, കപ്പിൾഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടോ അതിൽ കൂടുതലോ സിസ്റ്റങ്ങളെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്താൽ ആ വൈബ്രേഷൻ അവിടെ, ആ ഓസിലേഷൻ അവിടെ കോംപ്ലക്സ് ആയിട്ട് മാറും. അങ്ങനെയുള്ള ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് കപ്പിൾഡ് ഓസിലേഷൻ. ഒന്നും മനസ്സിലായില്ല ഏട്ടാ? സാധാരണഗതിയിലുള്ള ഓസിലേഷൻ നമുക്കറിയാം. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന രണ്ട് ബോഡി എടുക്കുക, ആ രണ്ട് ബോഡിയും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓസിലേഷൻ ഒരു കോംപ്ലക്സ് ടൈപ്പായി മാറും. ഇപ്പോൾ ആ ഓസിലേഷനെ നിങ്ങൾ എന്തെന്ന് പറയും? കപ്പിൾഡ് ഓസിലേഷൻ എന്ന് പറയും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. രണ്ട് സിമ്പിൾ പെൻഡുലങ്ങൾ കണ്ടോ? ഇതൊരു സിമ്പിൾ പെൻഡുലം, ഇത് വേറൊരു സിമ്പിൾ പെൻഡുലം. ഓക്കെ. ഇത് സജിൻ്റെ സിമ്പിൾ പെൻഡുലം, ഇത് ബിജുവിൻ്റെ സിമ്പിൾ പെൻഡുലം. രണ്ടുപേരും ഓസിലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഉണ്ടയും ആ ഉണ്ടയും തമ്മിൽ ഒരു സ്പ്രിങ് വഴി കണക്ട് ചെയ്താൽ ഈ സിസ്റ്റം ഒരു വൃത്തികെട്ട ടൈപ്പ്, പിന്നെ വേറെ രീതിയിൽ ഒരു കോംപ്ലക്സ് ടൈപ്പ് ഓസിലേഷൻ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. ഈ ഓസിലേഷൻ എന്തിന് എക്സാമ്പിളാണ്? കപ്പിൾഡ് ഓസിലേഷൻ എക്സാമ്പിളാണ്. ഓക്കെ. ഇനി ബിജുവിൻ്റെ സിമ്പിൾ പെൻഡുലം ദാ കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നു. അവൻ്റെ ആ ഉണ്ടയിൽ നിന്ന്, ആ ബോബിൽ നിന്ന് അടുത്ത സജിൻ്റെ സിമ്പിൾ പെൻഡുലം കെട്ടി തൂക്കി. ഇപ്പോൾ ഈ ഓസിലേഷനും കൂടെ ഇന്റർ കണക്ട് ചെയ്തു. ഇപ്പോൾ ഈ സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ടൈപ്പ് ഓസിലേഷൻ ആയിരിക്കും. ഇതും എന്തിന് എക്സാമ്പിളാണ്? കപ്പിൾഡ് ഓസിലേഷൻ ആണ്. ഇനി മോളിക്യൂൾസിന്റെ ഓസിലേഷൻ എന്താണ്? കപ്പിൾഡ് ഓസിലേഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോണം. കപ്പിൾഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more normal modes of oscillations interconnected forms coupled oscillation. എന്താണ്? 2 or more normal modes of oscillations interconnected forms coupled oscillations. Okay. The oscillation of such a system is complex. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഓസിലേഷൻ എന്താണ്? കോംപ്ലക്സ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയൂ. 2 or more normal modes of oscillations interconnected forms coupled oscillations. The oscillation of such a system is complex. Say the two oscillating simple pendulums coupled by means of a spring exhibits coupled oscillations. Then അടുത്ത എന്താണ്? See we have two simple pendulums here. See the second pendulum is attached to the bob of first. So this system exhibits coupled oscillation. Then oscillation of molecules is also coupled oscillation. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ two or more normal modes of oscillations interconnected forms coupled oscillations. ഓക്കെ ആണേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ പോയ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ആ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതൊന്ന് എഴുതി പഠിച്ചാൽ ഇത് നല്ല സുഖകരമായ ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് നമുക്ക് തീർക്കാനും പറ്റി അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം.